ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർക്കെതിരെ പോലീസ് കേസെടുത്ത സംഭവത്തിൽ സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. ഭരണഘടനാ പദവി വഹിച്ച വ്യക്തിയെ പ്രതി ചേർക്കുമ്പോൾ വസ്തുതകളടക്കം പരിശോധിക്കണം. സാധാരണ വ്യക്തിയെ പ്രതി ചേർക്കും പോലെയല്ല ഭരണഘടനാ പദവി വഹിച്ച ആളെ പ്രതി ചേർക്കലെന്നും കോടതി നിരീക്ഷിക്കുകയാണ്. വിവരങ്ങളുമായി YS അഭിനന്ദ് കൊച്ചിയിൽ ചെയ്യുന്നു. അഭിനന്ദ്, പോലീസ് നടപടിയിൽ ആശങ്ക എന്നൊക്കെ ഹൈക്കോടതി പറയുമ്പോൾ അത് കുറച്ച് ഒരു ഗൗരവമുള്ള ഹർജിയായി മാറുകയാണ്. അഭിനന്ദ്. ഹാഷ്മി, തീർച്ചയായും ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർക്കെതിരെ കേസെടുത്തതിൽ അഭിഭാഷകരുടെ സംഘടന പൊതുതാൽപര്യ ഹർജിയുമായി രംഗത്തെത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ മുതിർന്ന അഭിഭാഷകരുടെ സംഘടനയും നേരത്തെ വിയോജനക്കുറിപ്പ് അടക്കം പുറത്തിറക്കി പ്രമേയമടക്കം പാസ്സാക്കിയിരുന്നതിന് പിന്നാലെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കാര്യം ഇന്ന് പരിഗണിച്ചത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കകം വിശദീകരണം നൽകാനാണ് സർക്കാരിനോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പോലീസിന് എന്തും ആകാമെന്ന് കരുതരുതെന്നും ഹൈക്കോടതി ചോദിച്ചു. അധികാര ദുർവിനിയോഗം ഇത്തരത്തിൽ കേസെടുത്തല്ല കാണിക്കേണ്ടതെന്നും ഹൈക്കോടതി ചോദിച്ചു. ഭരണഘടനാ പദവിയിലിരുന്ന ഒരാൾക്കെതിരെയാണ് ഇത്തരത്തിൽ കേസെടുത്തത്. ഇത് പൊതുസമൂഹത്തിന് നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസ്യതയെ ബാധിക്കുമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. പോലീസിനോട് രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. എല്ലാവരും വ്യക്തിയാണ്. വ്യക്തി എന്ന രീതിയിൽ തന്നെ എല്ലാവർക്കും തുല്യമായ പരിഗണനയാണ് നൽകേണ്ടത്. കോടതിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. തെളിവുകളുണ്ടെങ്കിൽ തെളിവുകളെ സാധൂകരിക്കുന്ന രീതിയിൽ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി തന്നെ മുന്നോട്ട് പോകുന്നതിൽ പോലീസിന് യാതൊരു തടസ്സമില്ല എന്നും പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു. സർക്കാരിന്റെ ലളിതാകുമാരി കേസും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ ഓടിയ എന്തോ ചെറിയ പ്രശ്നമുണ്ട്. അഭിനന്ദൻ.